ഒരു പിടി മികച്ച സിനിമകൾ തമിഴ് ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ചയാളാണ് നടനും സംവിധായകനും നിർമ്മാതാവുമായ സുന്ദർ സി. കാക്കക്കുയിൽ, മിന്നാരം, സ്ഫടികം തുടങ്ങി ചില മലയാള സിനിമകൾ സുന്ദർ സി തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മിന്നാരം എന്ന സിനിമ റീമേക്ക് ചെയ്യാനുണ്ടായ അനുഭവം സുന്ദർ പങ്കുവച്ചു. തൻ്റെ പുതിയ ചിത്രമായ അരൺമനൈ 4ൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സിനിമ വിഘടനം നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. അഴകാന നാടുകൾ എന്ന സിനിമയാണ് മിന്നാരത്തിൻ്റെ റീമേക്കെന്നും അത് ശരിക്കും വേറെ കഥയായി ചെയ്യാനിരുന്ന സിനിമയായിരുന്നെന്നും സുന്ദർ പറഞ്ഞു. കാർത്തിക്, സിമ്രാൻ എന്നിവർ ഒന്നിച്ചുള്ള സിനിമയായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നതെന്നും സിമ്രാന് സെറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തതിനാൽ വേറെ സിനിമ ചെയ്യേണ്ട അവസ്ഥയിൽ മിന്നാരത്തിൻ്റെ റൈറ്റ്സ് 4 ദിവസം കൊണ്ട് വാങ്ങി തമിഴിൽ ചെയ്യുകയായിരുന്നെന്നും സുന്ദർ പറഞ്ഞു. മിന്നാരം തമിഴിൽ ചെയ്തത് വേറെ കഥയില്ലാത്തതുകൊണ്ടായിരുന്നു. അഴകാന നാടുകൾ എന്ന സിനിമ ആദ്യം വേറെ കഥയായി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു. ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ ഒരു ലവ് സ്റ്റോറി ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. കാർത്തിക് ആയിരുന്നു ആ സിനിമയിലെ നായകൻ. ആ സമയത്ത് സിമ്രാൻ ഇൻഡസ്ട്രിയിലെ മികച്ച നടി എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരുടെ കൂടെ ജയറാമിനെയും വെച്ച് അഴകാന നാടുകൾ ചെയ്യാനായിരുന്നു പ്ലാൻ. എല്ലാവരുടെയും ഡേറ്റും കിട്ടി. കാർത്തിക് സാറൊക്കെ കൃത്യദിവസം എത്തി. പക്ഷേ ബാലചന്ദർ സാറിൻ്റെ സിനിമ നീണ്ടുപോയതിനാൽ സിമ്രാന് കൃത്യദിവസത്തെ സെറ്റിലെത്താൻ പറ്റിയില്ല. 4 ദിവസം ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ആ സമയം കാർത്തിക് സാറിൻ്റെ കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തു. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടും സിമ്രാൻ ഫ്രീ ആയില്ല. ഇനിയും കാത്തു നിന്നാൽ കാർത്തിക് സാറിൻ്റെ ഡേറ്റ് പാഴായി പോകുമെന്ന് മനസ്സിലായി. എന്തു ചെയ്യും എന്നറിയാതെ ഇരുന്നപ്പോഴാണ് മിന്നാരം സിനിമ മനസ്സിലേക്ക് വന്നത്. അത് റീമേക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പ്രിയദർശൻ സാറിനെയും മിന്നാരത്തിൻ്റെ പ്രൊഡ്യൂസറിനെയും കോണ്ടാക്ട് ചെയ്ത് റീമേക്ക് റൈറ്റ്സ് വാങ്ങി 4 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഷൂട്ട് ചെയ്തു. തമിഴിലും ചിത്രം മികച്ച വിജയമായി സുന്ദർ സി പറഞ്ഞു.